ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്നൊരു അടിപൊളി സമ്മർ ട്രീറ്റുമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ, മാംഗോ കേർഡ് സ്പ്രേ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു അരിപ്പയിൽ 1 കപ്പ് കേർഡ്, ഇത് നല്ല തിക്ക് യോഗേർട്ടാണ് കേട്ടോ. ഈ യോഗേർട്ടിൽ നിന്ന് ഇതിലും നമുക്ക് ശരിക്കും വേണ്ടത് ഹങ്കേർഡാണ്. അതില്ലാത്ത ആൾക്കാർ, അത് അവൈലബിൾ അല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിത് സാധാ കേർഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു കപ്പ് കേർഡ് ഒരു അരിപ്പയിൽ എടുത്ത് വെക്കുക. രാവിലെ ഒരു ഉച്ചയായ സമയമാകുമ്പോഴേക്ക് ഈ കേർഡിൽ നിന്ന് എല്ലാ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇത് നല്ല തിക്കാവും. ഇതേപോലെ തിക്കായിട്ടുള്ള കേർഡാണ് ഹങ്കേർഡ്, അത് വാങ്ങാൻ കിട്ടും. അതില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് കേർഡ് ഉച്ച സമയത്താണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ. രാവിലെ ഞാൻ ഇതേപോലെ അരിപ്പയിൽ എടുത്ത് വെച്ചു. അപ്പോൾ അതിന് വെള്ളം ഊറി വന്ന്, എന്നിട്ട് ഞാനത് പാത്രത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങയുടെ പ്യൂരിയാണ് വേണ്ടത്. അപ്പം നിങ്ങൾ ഇപ്പം 1 കപ്പ് കേടാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3/4 ഭാഗം മാങ്ങ മതിയാവും. നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കുക. അപ്പം ഞാനിവിടെ ആ അളവിലാണ് കാണിക്കുന്നത്. അപ്പോൾ കുറേ കേട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ വലിയ മാങ്ങ എടുക്കേണ്ടി വരും കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു മാങ്ങയുടെ 3/4 ഭാഗമാണ് എടുത്തത്. അതിൻ്റെ പ്യൂരി ആക്കിയിട്ടുണ്ട്. അത് നല്ലോണം അടിച്ചിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അടിക്കുമ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാര നിർബന്ധമേ അല്ല കേട്ടോ. മാങ്ങ നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യേണ്ട. ചെറിയ പുളിപ്പുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാനിത് മോൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് മധുരം കിട്ടുകയും വിചാരിച്ചിട്ട് ആഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കേടിലുണ്ടാകുന്ന കുറച്ചായ കട്ടയെല്ലാം പോയിട്ട് ഫോക്ക് വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ നല്ലോണം ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല സ്മൂത്തായിട്ട് ക്രീമി ടെക്സ്ചർ വരുന്നവരെ. ഓക്കെ, നാട്ടിലൊക്കെ മിൽക്കി മിസ്റ്റിൻ്റെ നല്ല യോഗേർട്ട് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ആ യോഗേർട്ട് എടുക്കുക, അല്ലെങ്കിൽ പുളിയില്ലാതെ കേട് എടുക്കുക കേട്ടോ. അതും ഇങ്ങനെ വെള്ളം ഊറിയിട്ട് നല്ല ക്രീമിയ ടെക്സ്ചർ, എന്നാലാണ് നമുക്കിങ്ങനെ ഊറി കഴിക്കുമ്പോൾ നല്ലൊരു ഐസ്ക്രീം പോലെ കിട്ടും. അല്ലെങ്കിൽ നല്ല ലൂസായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ ഒരു ടൈപ്പ് ഓഫ് മിൽക്കി മിസ്റ്റിൻ്റെ കേടാണെങ്കിൽ അതേപോലത്തെ എടുക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും. അപ്പോൾ ബാക്ക് ടു റെസിപ്പി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് ആവശ്യമുള്ളത്. അത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലോണം ചൂടായി കുറച്ചൊന്ന് അളവ് കുറയുന്ന സമയത്ത് എടുക്കുക. എന്നിട്ട് ഈ പാല് നമുക്ക് ഈ കേടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തൊന്നും ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ കട്ടകളൊക്കെ മാറ്റി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല സ്മൂത്ത് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ മാംഗോ കേട്. ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് നിങ്ങൾക്ക് കൂട്ടാം, അല്ലെങ്കിൽ വെറുതെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാം. അത്രയും അടിപൊളിയാണ് കഴിക്കാൻ. ആകെ ചെറിയൊരു 2 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഈ സമ്മറിൻ്റെ സമയത്ത് നമ്മളെ ബോഡി എത്രത്തോളം തണുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം തണുപ്പിക്കാൻ. നിങ്ങൾക്ക് ഇപ്പോൾ മാംഗോ അവൈലബിൾ അല്ലെങ്കിൽ പപ്പായ ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പം അങ്ങനെയും കൂടി ചെയ്ത് നോക്കാം കേട്ടോ. പപ്പായ കേട് വെച്ചിട്ട് അതും കൂടി ചെയ്യാം. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഞാൻ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു ജാറിലേക്ക് ഇത് മാറ്റുന്നുണ്ട് കേട്ടോ. ഞാനൊരു ഭരണിയിലാണ് മാറ്റുന്നത്. ഗ്ലാസിൻ്റെ കണ്ടെയ്നറോ അല്ലെങ്കിൽ അടച്ചു വെക്കാൻ പറ്റിയ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുക കേട്ടോ. ഇത് അടച്ചു വെക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയാൽ മതി. ഗ്ലാസ്സിലാണെങ്കിൽ അതൊന്ന് കവർ ചെയ്തെങ്കിലും വെക്കുക. ഓക്കെ, ഇനി നമ്മളൊരു 3 to 4 hours ഇത് പുറത്ത് തന്നെ സെറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഞാനിത് അടപ്പുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ഗ്ലാസ്സൊക്കെ ആണെമ്പം അതിൻ്റെ മേലെ കവർ ചെയ്തിട്ട് എന്തെങ്കിലും വെക്കുക. അപ്പോൾ ഞാനിവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് AC ഒക്കെ ഉള്ള ഫുള്ളും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഓവനിലേക്കാണ് വെക്കുന്നത്. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ പുറത്ത് തന്നെ വെക്കുക. ഒരു 3 to 4 hours വെച്ചാൽ മതി. എന്നിട്ട് റെഫ്രിജറേറ്റ് ചെയ്യുക. എന്നിട്ട് നല്ല തണുത്തോടെ കഴിക്കുക കേട്ടോ. അപ്പം തണുപ്പിച്ച് കഴിക്കണില്ലെങ്കിൽ അതേപോലെ എടുത്തിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിക്കായി കിട്ടും ഈ കേടൊക്കെ എല്ലാം കൂടി. ഇപ്പം കുറച്ചൊരു ലൂസല്ലേ, അപ്പോൾ അതെല്ലാം മാറി തിക്കായി കിട്ടും. അപ്പം ഞാനിത് റെഫ്രിജറേറ്റ് ചെയ്തിട്ടുണ്ട്. 3 മണിക്കൂർ ഓവനിൽ വെച്ചിട്ടുണ്ട്. ഓവൻ ചൂടാക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ തണുത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പം ഞാനിത് റെഫ്രിജറേറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും. അടിപൊളി ടേസ്റ്റാണ്. നല്ലോണം നമുക്ക് അടിപൊളിയായിട്ട് സ്കൂപ്പ് ചെയ്തിട്ട് കഴിക്കാം. നല്ല തിക്കായിട്ടുണ്ടാവും. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, വിത്ത് ലവ്.